ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഈ വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഡിസംബർ 13-ാം തീയതി മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDFൻ്റെ ഭരണസമിതികൾ നിലവിൽ വരും. സെമി ഫൈനലിലെ വിജയം ഫൈനലിലെ ഞങ്ങളുടെ വിജയത്തിന് ശക്തി കൂട്ടും. അപ്പോൾ വിജയം ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ്. തിരുവനന്തപുരം നഗരത്തിൽ 55 വാർഡുകൾ മിനിമം ഞങ്ങൾ പിടിക്കും. ഉറച്ച തീരുമാനമാണ്. 55 വാർഡുകൾ, കവടിയാർ, ശാസ്തമംഗലം, പേട്ട ഉൾപ്പെടെ ഉള്ള വാർഡുകൾ. അതിൽ കവടിയാർ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട വാർഡുകൾ. ഞാൻ ശാസ്തമംഗലം എന്ന് പറയാൻ കാരണം, ശാസ്തമംഗലം പേട്ടയും BJPയുടെയും CPMൻ്റെയും മേയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ ഇത്തവണ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെയാണ് റിബലുകൾക്ക് സാധ്യതയെന്ന് പറഞ്ഞു. ഇപ്പോഴും നഗരസഭയിൽ 8 പേര് കരിങ്കുളം അതൊക്കെ പുറത്തു പോയി കഴിഞ്ഞു. നടപടി എടുത്തു. റിബലുകൾക്കെതിരായിട്ടല്ലേ നടപടി എടുക്കാൻ പറ്റും. CPMകാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്രീകണ്ഠൻ മത്സരിക്കേണ്ട പഴയ ബ്യൂറോ ചീഫ്, ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും. അത് CPM അല്ല എടുക്കണ്ടേ. ഞങ്ങൾ എടുക്കേണ്ട ആൾക്കാരെയൊക്കെ ഞങ്ങൾ എടുത്തു. ഇപ്പം ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. പുകഞ്ഞ കൊള്ളി പുറത്താക്കി കഴിഞ്ഞു റിബലുകളെ. തീരദേശമാണ് ഞങ്ങളുടെ ഏറ്റവും കരുത്തുള്ള മേഖല. കാരണം അവരുടെ എന്താ പറയുക, ആ വാർഡുകൾ നിർദാക്ഷിണ്യം വെട്ടിമുറിച്ച് അവരെ പ്രയാസത്തിലാക്കി. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാക്കിയ സർക്കാരിനെതിരായിട്ടുള്ള വികാരം തീരദേശങ്ങളിൽ അതിശക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരദേശ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടുന്നത്.